ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർപീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷു എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. കാരണം ആരും ഹാപ്പി അല്ലായിരിക്കും. കാരണം വിഷു ഒന്നും നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്നില്ല. കാരണം ലോക്ക്ഡൗൺ ആണ്. സാരമില്ല, അടുത്ത വർഷം നമുക്ക് ഇതുപോലത്തെ ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കാം. ഒരുപാട് ആഘോഷങ്ങളും ഒരുപാട് പ്രോഗ്രാമുകളും നമ്മളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ലോക്ക്ഡൗണിലാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വർഷം നമുക്ക് അടിപൊളിയാക്കി ഗംഭീരമാക്കിയിട്ട് ഇതുപോലത്തെ എല്ലാ ആഘോഷങ്ങളും അടിപൊളിയായിട്ട് തന്നെ നടത്താം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ കുറച്ച് മേശപ്പൂകളുണ്ട് കേട്ടോ. കുറേ മുമ്പത്തെ സ്റ്റോക്കാണ്. അപ്പോൾ കുറച്ച് പണ്ടൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയായിരുന്നു. അപ്പോൾ അതിലൊരു 5-6 ബാലൻസ് കണ്ടു. അപ്പോൾ ഇന്ന് ഏതായാലും വിഷയമല്ല, ഇന്ന് നമുക്ക് അത് വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എന്തൊക്കെയാവും അറിയില്ല, ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആ മേശപ്പൂവുകൾ കത്തിക്കാൻ പോവാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു പഴയ ഫാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിവാക്കിയ ഒരു ഫാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് ഇതിൽ മേശപ്പൂവാണ്. അത് ഈ ഒരു മേശപ്പൂ ഓൾഡ് സ്റ്റോക്ക് ആട്ടോ. നമ്മൾ ഒരുപാട് മുമ്പ് വാങ്ങി വെച്ചതാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് ആർക്കും പടക്കവും അതുപോലെ ഇതുപോലത്തെ ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പഴയത് വെച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഓരോ ലീഫിലും ഓരോന്ന് വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ 5 ഉള്ളത്, അതുപോലെ നമ്മുടെ ലീഫും 5 ഉള്ളത്. ഇതുപോലത്തെ കെട്ടുകമ്പി ഉപയോഗിച്ച് കെട്ടി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഹോൾ ഇടണം. അപ്പോൾ ഹോൾ ഇടാൻ വേണ്ടി മെഴുകുതിരി കത്തിച്ചു. ഈ മെഴുകുതിരി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പണ്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇത് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ 2 ഹോൾ ഇട്ട് അതിൽ നമ്മൾ നമ്മുടെ ഈ മേശപ്പൂ ഒരു കെട്ടുകമ്പി ഉപയോഗിച്ച് കെട്ടി വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരു മേശപ്പൂ മത്താപ്പൂ എന്നൊക്കെ പറയട്ടതിന്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ഈ ഒരു ലീഫിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 5 ലീഫിലും ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫയർ വർക്ക് റെഡി ആയി കഴിഞ്ഞിട്ടു. അപ്പോൾ ഇനി നമുക്ക് തീ കൊടുക്കണം. അപ്പോൾ ഇത് കത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റൂളിൽ വെച്ച് അതിന് ശേഷം ഇതിൽ കെട്ടി കൊടുക്കാം കേട്ടോ. കെട്ടി കൊടുത്തിട്ട് നമുക്ക് തീ കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഏതായാലും ഇത് കത്തിക്കാൻ പോവാണ്. 5 ഒപ്പം കത്തിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ 5 കത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 1-2 കത്തിയാൽ പറ്റത് അതിൻ്റെ ഫയർ ആയിക്കൊണ്ട് ചിലപ്പോൾ കത്തിക്കോളും. ഏതായാലും നമുക്ക് കത്തിച്ച് നോക്കാം. അതുപോലെ ഇത് തിരിയോന്നൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2 ഭാഗത്തുനിന്നും കൂടി കത്തിക്കണം. അപ്പോൾ 2 കിട്ടുമല്ലോ. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല കേട്ടോ. നമ്മുടെ ഒരു മേശപ്പൂവൊക്കെ ഡേറ്റൊക്കെ കഴിഞ്ഞതായിരിക്കും, ഒരുപാട് മുമ്പുള്ളതാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുതിയത് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ പഴയത് വെച്ച് ചെയ്തതായിരുന്നു. പക്ഷേ പല രീതിയിലും ചെയ്ത് നോക്കി, കത്തിച്ച് നോക്കി, ഓരോന്ന് കത്തുക എന്നല്ലാതെ ഫുള്ളായിട്ട് ഒപ്പം കത്തിയില്ല. അതിൻ്റെ തിരിയൊക്കെ ഇളകി പോയിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പരീക്ഷണം പാളിയിരിക്കാം കേട്ടോ. പക്ക ഫുള്ളായിട്ട് ഫെയിലായി പോയി. ഒന്നും കറക്റ്റായി ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മേശപ്പൂവൊക്കെ നമ്മൾ കൊണ്ടുവച്ചിട്ട് ഒരുപാട് കാലമായി. ഈ ഒരു ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് മേശപ്പൂ അതുപോലെ പടക്കം കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കിയതായിരുന്നു. ഏതായാലും വിഷുവല്ലേ, വിഷുവിന് ഒരു പടക്കം പൊട്ടിക്കുന്ന ഒരു സംഭവം എന്തെങ്കിലും ഒരു ചെയ്യണം വിചാരിച്ച് ചെയ്തതായിരുന്നു. സംഭവം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോരോ ടൈമിലാണ് കത്തിയത്. അതിൻ്റെ തിരിയൊക്കെ ഇളകി പോയിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഫെയിലായി പോയി. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം, ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറൊക്കെ സക്സസ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു വീഡിയോ ഫെയിലായതും അപ്ലോഡ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതായാലും ഫെയിലായി കിടക്കുകയാണ്. അതായത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മുടെ വിഷുവും അതുപോലെ ഒരുപാട് ആഘോഷങ്ങൾ, ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഫെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആ ഒരു ടൈമിലാണ് നമ്മൾ വീട്ടിലുള്ള കുറച്ച് പഴയ മേശപ്പൂവൊക്കെ എടുത്തിട്ട് ഒരു അടിപൊളി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ അതും ഫെയിലായി പോയി. അത് ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തിരിയും കാര്യങ്ങളൊക്കെ ഇളകിയിട്ടുണ്ട്. ഒരുപാട് പഴക്കമുള്ള കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോന്നൊക്കെ കത്തിയുള്ളൂ. ഫുള്ളും എല്ലാം കൂടെ ഒപ്പം കത്തിയില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഫെയിലാണ്. അങ്ങനെ ആയപ്പോൾ പിന്നെ അത് അപ്ലോഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അതുപോലെ പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക.
പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു സക്സസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഇത് കാണാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്തൊരു ഇതുപോലത്തെ മേശപ്പൂവിൻ്റെ ഒരു വീഡിയോ ആണ്. ഈ ഒരു മേശപ്പൂവിൻ്റെ പവർ എത്രയാണെന്ന് അറിയിക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഒരു ലോക്ക് നമുക്ക് അതുകൊണ്ട് പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സമാധാനപ്പെടുക, നമ്മളോട് ക്ഷമിക്കുക ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ. അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.